MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. കളിയും ചിരിയും കച്ചവടത്തിന്റെ രസച്ചരടുകളുമായി കുറെ പേരുണ്ട് ഈ ഷോപ്പിംഗ് മാളിൽ. ഇത് ജെനിഫർ ലോപ്പസ് എന്നറിയപ്പെടുന്ന രജനി. ഒപ്പം എന്തിനു വേദനും കൂട്ടായി പച്ചപ്പരിഷ്കാരി റമോയും. വരുന്ന കസ്റ്റമേഴ്സിന്റെ മുഖം വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കുടുംബം വെളുപ്പിക്കലാണ് ഇവരുടെ പ്രധാന വിനോദം. ഈ മോളിലെ പ്രമുഖ വസ്ത്രവ്യാപാരി ബേബിച്ചൻ. ലേറ്റായി വന്ന് ബേബിച്ചായന്റെ ജീവിതത്തിൽ ലേറ്റസ്റ്റായി മാറിയവളാണ് ഭാര്യ ഹണി. പ്രായവ്യത്യാസം തന്നെയാണ് ഇവരെ മൊത്തത്തിൽ വ്യത്യസ്തരാക്കുന്നത്. കാപ്പിയും ചീനിയും വിറ്റ് നടന്ന പാപ്പച്ചൻ ഈ മോളിൽ വന്നപ്പോൾ പേര് ഒന്ന് പരിഷ്കരിച്ചു, കാപ്പച്ചീനോ പാപ്പച്ചൻ. ഒപ്പം മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയെയും പാപ്പച്ചന് കിട്ടി, ഉത്തമൻ. പിന്നെ ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും പാഠം പഠിപ്പിക്കാനും ഈ മാളിലെ PROയും. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും നമസ്കാരം. ദിസ് ഇസ് മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് പ്രസൻസ് തമാശ ബസാർ, co-powered by Jipro Amazing Ceiling Designs. ഇന്നത്തെ രസക്കാഴ്ചകളുടെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം. ഞാന് ബേബിച്ചായനെ കാണാൻ വന്ന. ബേബിച്ചായന്റെ ആരാ? ബേബിച്ചായൻ എന്റെ ദൈവമാ. അങ്ങേര് സമാധിയായോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതല്ല, അയ്യോ പാവം എന്ന് തോന്നിയ ഒരു നടൻ. ടൊവിനോ ചാക്കോച്ചൻ, ജോജു ജോർജ്. ടോവിനോ ചാക്കോച്ചൻ. അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറയണം കേട്ടോ. ദമ്പതികളുടെ ഇടയിൽ അവന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനോ? ഒത്തിരി കപ്പിൾസിന്റെ ഇടയിൽ വലിയ പ്രശ്നം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? കണ്ട ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ, മലയാള സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു മുഖശ്രീ തന്നെയാണ് ഈ ഒരു നടി. ചെയ്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ നമ്മുടെ പ്രിയങ്കരിയായ താരസുന്ദരി അനു സിത്താര. ഹലോ, ഇതാരാണ്? വെൽക്കം ടു തമാശ ബസാർ. താങ്ക് യു. നീയും ഞാനും എന്ന ഏറ്റവും പുതിയ സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ നമ്മൾ എപ്പോഴും പറയും ഭയങ്കര ഗംഭീര റെസ്പോൺസ്. ബ്യൂട്ടിഫുൾ റെസ്പോൺസ് ആണ്. കാരണം ആ സിനിമയുടെ ഫീല് ആൾക്കാർ ഉൾക്കൊണ്ട് വളരെ കാലത്തിന് ശേഷം നല്ലൊരു പ്രണയ കഥ അല്ലെ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. പറയൂ, നീയും ഞാനും എന്ന സിനിമയുടെ വിശേഷങ്ങൾ. നീയും ഞാനും അതിന്റെ ഏറ്റവും ഫ്രഷ് ഫീൽ തന്നെ ഫസ്റ്റ് എടുത്ത് പറയാം. ഷർഫ് ഖാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ്. അപ്പം കൊമേഡിയനായിട്ടും വില്ലനായിട്ടൊക്കെ നമ്മളെ നെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ മരുത്തനിലെ വില്ലൻ വേഷമൊക്കെ കണ്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായം വന്നിരുന്നു. അപ്പോൾ അതേ അഭിപ്രായം തന്നെ, അതേ നല്ല അഭിപ്രായം തന്നെ ഇപ്പോൾ നായകനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീയും ഞാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. ട്രെയിലർ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ക റൊമാൻറ്റിക് മൂവിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എല്ലാം ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇമോഷൻസ്, കോമഡി, ത്രില്ലിങ്, സസ്പെൻസ്, സാജൻ സാറിൻ്റെ എല്ലാം സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലിക്കൊക്കെ ഒരുമിച്ച് പോയിരുന്ന് ഹാപ്പി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായത്തിൽ തന്നെ ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. തട്ടമിട്ട ലുക്കിനെ പറ്റി ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് പൊതുവേ തട്ടമിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഹാപ്പി വെഡിങ് ഫുക്രിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ആ ഒരു ശീലമുണ്ട് എനിക്ക് ചുറ്റി ചെയ്യാനുള്ള ഒരു ശീലമൊക്കെ ഉണ്ട്. അതറിയോ ആ പരിപാടി അറിയോ? ചുറ്റാൻ അറിയാം. ഹാപ്പി വെഡിങ്ങിന്റെ സമയത്ത് ഞാൻ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഈ സിനിമയിൽ ഉപകാരപ്പെട്ടു. ഈ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കാറുണ്ടോ? കളിയാക്കാറൊക്കെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാറുണ്ട് ഞാൻ. സെറ്റില് ഷർഫൊക്കെ ഒന്ന് ഷറഫ്ക്ക് പിന്നെ കളിയാക്കലിന്റെ ആളാണല്ലോ ഷറഫ്. അതെ കുഞ്ഞിനെ കണ്ടോ? അയ്യോ ഞാൻ നിങ്ങളെ തന്നെ ആദ്യമായിട്ട് കാണുക, പിന്നെ നിങ്ങളുടെ കുഞ്ഞിനെയൊക്കെ ഞാൻ എവിടെ നിന്ന് അതെ ഞാൻ ഇവിടുന്ന് വരുമ്പോ ഈ മാളിന്റെ ഫ്രണ്ടിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ എങ്ങാനും കാണും. അതല്ല ചേച്ചി, എന്റെ ബേബി കുഞ്ഞിനെ കണ്ടോ? അയ്യോ ചെറിയ കുട്ടിയാണോ? നിങ്ങൾ സൂക്ഷിക്കേണ്ട ചേച്ചി. എന്തായാലും പെട്ടെന്ന് പോയി തെരഞ്ഞോ. ബേബി കുഞ്ഞോ? ആ ബേബി കുഞ്ഞ്. ഇത് കുഞ്ഞൊന്നും അല്ല, ഇതൊരു കൈക്കളവന്റെ കാര്യം പറയുന്നത്. ഇത്ര അന്തിക്കുന്ന കാര്യം എന്തിരിക്കുന്നു? ഇത് ബേബി ചായന്റെ ആരായിട്ട് വരും? ബേബി ചേൻ എന്റെ എല്ലാമാണ്. ഈശ്വരാ അനു, ഇത് വേറെന്തോ സെറ്റപ്പാ. അവിടെ പോയി ഇരിക്കുന്നത് എന്താ സംഗതി ഞാനൊന്ന് നോക്കട്ടെ. ബേബി കുഞ്ഞിന്റെ ആരായിട്ട് വരുമെന്ന്? ബേബി ചേൻ എന്റെ എല്ലാമാണ്. എന്റെ ദൈവമേ. ജെനി, മോളെ ജെനി, ഇങ്ങോട്ട് വന്നേ. ഹായ് അനു. എന്താ ഇവിടെ പ്രശ്നം? എന്താണ്? ഇതെന്തോ കുഴപ്പട്ടോ? എന്താ കുഴപ്പം? കുഴപ്പമില്ലല്ലോ, നല്ല കുട്ടിയല്ലേ. ആരാ? ഞാൻ ബേബി ചേനെ കാണാൻ വന്ന. ആ ബേബി ചാൻ ആരാ? ബേബി ചേൻ എന്റെ ദൈവമാ. ഈശ്വര അങ്ങേര് സമാധിയായോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതല്ല, ഇത് കേസ് വേറെയാ. അയ്യോ ആണോ? പാപ്പിച്ചോ പാപ്പച്ചോ, ഓ നിങ്ങ വന്നേ. നമസ്കാരം. എന്തേ അതെ ഈ കുട്ടി ദൈവത്തിനെ കാണാൻ വന്നാ. അതിനോട് അമ്പലവും പള്ളിയൊന്നും ഇല്ല ദൈവത്തിനെ കാണാൻ. ബലവും പള്ളിയൊന്നും ഇല്ല, പക്ഷെ പ്രതിഷ്ഠ ഇവിടെ തന്നെ ഉണ്ട്. പ്രതിഷ്ഠ? അതേത് പ്രതിഷ്ഠ? ദേ ഇവിടത്തെ പ്രതിഷ്ഠ ബേബി കുഞ്ഞ്. ചുമ്മാ ആവശ്യമില്ലാത്ത ഓർത്താൻ പറഞ്ഞേ. ചുമ്മാ ഒന്നുമല്ല. ആ. നോക്കിയേ എന്തോ ഒന്ന് മണക്കുന്നില്ലേ? എടാ ഉത്തമ, അടുപ്പിലിരുന്ന് എന്തോ കരിയാണ്, അടുത്ത് മാറ്റടാ. അയ്യോ അതല്ല, പിന്നെ അവഹിതം മണക്കുന്നില്ലേന്ന്. അവിഹിതോ? ഇവിടെ കൊച്ചെന്നെ പറഞ്ഞ എന്നോട് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കല്ല. ആരാന്ന് ചോദിക്ക്. മോളെ വേവിച്ച മോളുടെ ആരാണ്? എന്റെ ഭർത്താവാ. അല്ല അപ്പൊ ഈ കടയില് ഹണി അത് ആദ്യത്തെ ഭാര്യ. രണ്ടാമത്തെ ഭാര്യ. അപ്പൊ എത്ര വേണേലും കെട്ടാല്ലേ? അയ്യേ ഒരു പ്രശ്നമില്ല നിങ്ങക്ക്? ഇല്ല. പക്ഷെ എന്നാലും ഇവിടെ വന്നാൽ പ്രശ്നമാവെന്ന് അറിഞ്ഞു വെച്ചിട്ട് ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് വളരെ മോശമായി പോയി. അതല്ലേ ചേച്ചി, ഒരു മാസം അങ്ങനെ എനിക്ക് ചെലവിന് വന്നിട്ട് ഒരു പൈസ അയച്ചു തരത്തില്ല. എന്നിട്ട് ഇവിടുത്തെ ആ ആദ്യത്തെ ഭാര്യയായിട്ട് സൂക്ഷിച്ച് ജീവിക്കേ. ഇന്ന് ഞാൻ അങ്ങനെ മുഖംമൂടി വലിച്ചു കീറും കണ്ടോ. അയ്യയ്യേ ജുവലെ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നാറ്റക്കേസായിട്ടോ. ഇത്രയും അഭിമാനികളായ ഞങ്ങളൊക്കെ ഇവിടെ കട നടത്തുന്ന ഒരു മോളിൽ ഇതുപോലെ ഒരു അവിഹിതം ഒക്കെ വെച്ചോണ്ട് ഒരു മനുഷ്യൻ കട നടത്തുക എന്ന് വെച്ചാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല. പാപ്പച്ചൻ എന്താ പറയാനുള്ളത്? അല്ല, നമ്മള് സത്യാവസ്ഥ അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ആ അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതിന്റെ എന്നെ കുറ്റം പറയണതാണ്. ഞാൻ കെട്ടിയിട്ടുമില്ല, എനിക്ക് 2 ഭാര്യമാരും ഇല്ല, ഞാൻ ഒറ്റാന്തടിയായിട്ട് നിൽക്കണ്, പിന്നെ 2 കുട്ടികള്. അതിനെ കുറിച്ച് എനിക്ക് അറിയേ ഇല്ല. മേഡം സംഭവം ശരിയാ. ആ ഈ പുള്ളിക്കാരന് കോയമ്പത്തൂർ തുണി എടുക്കാൻ പോകുമ്പോഴേ അവിടെ ഒരു ചിഹ്നം കൂടെ ഉണ്ടെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതത് തന്നെ. ഹണി ഇപ്പൊ വരും. ശരിയാണല്ലോ, അതെ. ഹണി വരുമ്പോ എന്ത് ഒരു സമാധാനം. കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടുത്തു ചാടി ഹണിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഹണി മാളിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യും. അപ്പൊ നമ്മൾ കാര്യം അവതരിപ്പിക്കുമ്പോ തഞ്ചത്തിൽ പറയണം. തന്തയ്ക്ക് വിളിക്കുവാണെങ്കിൽ പുള്ളിക്കാരി വിളിക്കരുത്. ഇത് കാണിച്ചത് വേവിച്ചാനാ പറയണം. എടാ, തന്തയ്ക്ക് വിളിക്കണ കേസല്ല, തഞ്ചത്തിൽ പറയണോന്ന്. നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ തന്തയ്ക്ക് വിളിച്ചോണ്ടിരിക്കാതെ ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് എനിക്ക് ബേബിച്ചൻ ഇവിടെ വരണം. ശരിയാ. വേവിച്ച ഹലോ. അയ്യോ എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി ഇതാരാ? അയ്യോ, ഇത് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഹണി. ഹണി ഹണി ചേച്ചി ഇങ്ങോട്ട് നീങ്ങി നിന്നേ. എന്നെ അനുഗ്രഹിക്കണം ചേച്ചി. എൻ്റെ അമ്മയെ നല്ലോണം കൈവച്ച് അനുഗ്രഹിച്ചു. അയ്യോ നന്നായി വരട്ടെ. ഈ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ അനുഗ്രഹം? അല്ല നല്ലതായിരുന്നോട്ടെ. അല്ല നിങ്ങൾ നേരത്തെ ബേബിച്ചൻ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ? അത് ഞാൻ പറയാം. അല്ല അത് പാപ്പച്ചൻ പറഞ്ഞോളൂ. ഞാനത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാപ്പച്ചൻ തന്നെ പറയുന്നതാണ് ശരി. എന്താ പറ. ഹണി, ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഞാണുമ്മേ കളി. വേണമെങ്കിൽ ഒരു മരണക്കിണർ പോലെ ഇങ്ങനെ പോകുന്ന ഒരു സാധനം എന്നും പറയാം. പാപ്പിച്ചൻ മണ്ട് സർക്കസിലായിരുന്നു. 2 വർഷം ചെമ്പോലുണ്ടായിരുന്നു. അല്ലെ മേഡം, ഒരു കണക്കിന് നമ്മളൊക്കെ ഈ പൊട്ടക്കിണറ്റിലെ തവളകളാണ്. ഒറ്റ തവള മാത്രമേ കിണറിലുള്ളൂ, അത് നീയാ. കണ്ണാടിയിൽ നോക്കിയാൽ തിരിയും. ശരിയാണ്. അതെ കമ്മിയ ഹണിയോടെ പിരിയാര് പറയും.
ഉത്തമനെ കൊണ്ട് പറയിപ്പിച്ചാലോ? ഇപ്പം ബെസ്റ്റാ. പിന്നെ അവന്റെ കാര്യങ്ങൾ അവന് പറയാൻ അറിയില്ല, പിന്നെയാണ് ഈ കാര്യം അവിടെ ചെന്ന് പറയണത്. പക്ഷെ ഇതിപ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇതിപ്പോ ആരെങ്കിലും പറയണ്ടേ? നീ പറ. ആണോ? നീ സൂപ്പറാ. മേഡം പറ. ഞാൻ സൂപ്പർ അല്ലേ? ജെനി സൂപ്പർ അല്ല. എന്നാ ഞാൻ തന്നെ ഇത് പറയാം. ഒരു കേജ് കഴിച്ചോട്ടെ. അവര് നല്ല കമ്പനിയായി. ഇപ്പൊ എന്തൊക്കെയാവുന്നു? ഹണി, അതായത് ഞാൻ പറയുന്ന കാര്യം കേട്ട് ഹണി തളരരുത്. ഇല്ല. ഇപ്പോൾ കാലിൽ വീണ് അനുഗ്രഹം മേടിച്ച ഈ കുട്ടിയില്ലേ, ഈ കുട്ടി ബേബിച്ചന്റെ ഭാര്യയാണ്. ഓ ബേബിച്ചന്റെ ഭാര്യ. അപ്പൊ പിന്നെ ഞാനാരാ? ആദ്യത്തെ ഭാര്യ, അത് രണ്ടാമത്തെ ഭാര്യ. ഇനി 5 6 ഒക്കെ ഇങ്ങനെ വരും. ഇല്ല ഇത് നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന. എന്റെ ബേബിച്ചൻ ഒരിക്കലും എന്നെ ചതിക്കത്തില്ല. നിങ്ങളെ ചതിക്കത്തില്ലായിരിക്കും, പക്ഷെ എന്നെ ചതിച്ചു. ഹലോ ഹണി എന്റെ ഭാര്യയാണെങ്കിലും എന്റെ പൊന്നു ചന്ദ്രികയെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിന്നെ ഞാൻ വിളിക്കുന്നത്. എന്താ നീ മനസ്സിലാക്കാത്തത്? ഓക്കെ, തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ മോനെ, ഹായ്. ഇതന്നെ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? കാര്യമുണ്ട്. എന്നാ കാര്യം? അതെ ബേബിച്ച, ഓ, ഈ കൂട്ടത്തിൽ ബേബിച്ചിന് പരിചയമില്ലാത്ത ഏതെങ്കിലും മുഖം ഉണ്ടോ? ഈ കൂട്ടത്തിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു മുഖവും ഇല്ല. അപ്പൊ ഇതാ തന്നെ കാണുന്നത്. ശരിയാ. അപ്പൊ ഇതാരാ? പറഞ്ഞോലെ ഇതാരാ? നീ ഏതാ കൊച്ചേ? എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അറിയത്തില്ല. എന്നാ പിന്നെ അറിയും. എന്നാ ഞാൻ പിന്നെ വരാം. ഇനി നിങ്ങളെ ആരെങ്കിലും വേണോ? എന്റെ വകയിലെ ഒരു അമ്മായിയുടെ മോളായിട്ട് വരും. എന്നാ പിന്നെ വിളിച്ച് ചായക്കട കൊണ്ട് ഒരു ചായ കൊടുക്കണോ? എന്റെ വായുപോലെ എന്റെ ബേബിച്ച, ആ. ഈ കൊച്ചിനെ ബേബിച്ചൻ കല്യാണം കഴിച്ചു എന്നാണ് ആ കൊച്ചു പറയുന്നത്. ഞാനോ? ഈ കൊച്ചിനെയോ? ഞാൻ ആദ്യമായിട്ട് കാണുക ഇതിനെ. കണ്ട് ഞാൻ പറഞ്ഞില്ലേ ബേബിച്ച അങ്ങനെ എന്നെ ചതിക്കില്ല. മോളെ, കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ കാണുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്ക് ഇതാണ്, കാമുകിയാണ്, ഭർത്താവാന്ന് പറഞ്ഞ് കെട്ടിക്കറി ഇങ്ങ് പോരും. അത് കാണാൻ കൊള്ളാവുന്നവരുടെ കാര്യം. തന്റെ അടുത്ത് എന്തിനാ ഇവരൊക്കെ വന്നത്? അതാണ് ഞാനും അതാടാ ഇത്. അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ കോഴിക്കോട് ഹോട്ടൽ മുറിയിൽ വെച്ച് എന്റെ ചെവി പറഞ്ഞതോ? കോഴിക്കോട് വെച്ച് ഞാൻ എന്നാ പറഞ്ഞു? കോഴിക്കോട് അലുവ വാങ്ങിക്കാൻ, അല്ലാതെ ഇതേവരെ ഞാൻ പോയിട്ടില്ല. കണ്ടോ കോഴിക്കോട് ഞാൻ ഈ മോള് വിട്ടു പോലും പുറത്തു പോയിട്ടില്ല. എന്നെ അതൊക്കെ വിട്, അതൊക്കെ വിട്. ഹോട്ടൽ മുറിയിൽ എന്തോ പറഞ്ഞെന്ന് പറ. ഹോട്ടൽ മുറി വെച്ചേ? കണ്ടതേ പറയരുത്. അപ്പൊ ഇതിൽ എന്തോ ഉണ്ട്. എന്റെ പൊന്നേടി, ഈ പെണ്ണ് എന്തേലും വിളിച്ചു പറഞ്ഞാൽ ഞാൻ പെട്ടുപോവുകയല്ല, അതുകൊണ്ട് പറഞ്ഞതാ പറയേണ്ടത്. എങ്കിൽ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്ന് പറ. കല്യാണം കഴിക്കാതെ എങ്ങനെയാണ് കല്യാണം കഴിച്ചെന്ന് പറയുന്നത്? അതെ, ഒന്ന് നിർത്തിക്കേ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാൻ പല സ്ഥലത്തും കാണാറുണ്ട്, പത്രങ്ങളിൽ കൂടെ വായിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? തെളിവാണ് ഇപ്പൊ മനസ്സിലാവൂല എന്റെ നിരപരാധിത്വം. അത് കാണിക്കട്ടെ. ഇത് പ്രശ്നമാണ്. ഞാൻ ഒന്നുമില്ല, നിങ്ങക്ക് തീരുമാനം എടുക്കാം. ഓ, ജുറാസിക് പാർക്കിലെ പല്ലിയെ പോലെ ഇരിപ്പുണ്ട്, നോക്കി. അയ്യോ, ഇതത് തന്നെ. നോക്കട്ടെ. ഹായ്, ഞാൻ എടുക്കണല്ലോ ചിരിച്ചോണ്ടിരിക്കുന്നു പാവം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു പോലും ഇല്ല. എന്നിട്ട് ഞാൻ എത്ര നന്നായിട്ട് നിങ്ങളെ സ്നേഹിച്ചത്. ഞാൻ അതേപോലെ എത്ര നന്നായിട്ടാ നിന്നെ സ്നേഹിക്കുന്നത്. കുഞ്ഞില്ലെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മോനെ വിളിക്കട്ടെ. ഏത് മോൻ? മോനെ. ഓമൽ കൺമണി ദിലിവാ, കനവിൻ തിരകളിലൊഴുകിവാ, നാടിൻ നായകനാകുവാൻ എന്നോ മനെ ഉണരു നീ. അമ്മേ, ചക്കര. അമ്മ ഇതിൽ ആരാ അമ്മേ? അമ്മയെ ചതിച്ച ദുഷ്ടൻ അല്ല, എന്റെ അച്ഛൻ. ഇതാ മക്കളെ, ഇതാ നിന്റെ അച്ഛൻ. ഇത് അടുത്തോട്ട് ചെല്ല്. ഇതന്നെയാണോ എന്റെ അച്ഛൻ? ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. എന്ത് മാങ്ങാണ്ടി കോലാണിത്. മീശയില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യും അച്ഛനാന്നും പറഞ്ഞു? അമ്മക്ക് ഇതിനെ സെലക്ട് ചെയ്ത് വേണമെന്നില്ലേ എന്റെ അച്ഛനായിട്ട്? നല്ലതാ. അച്ഛനാ വേണ്ട, അച്ഛനാ വേണ്ട, അച്ഛനാ മക്കളെ, ഇതാ നിന്റെ അച്ഛൻ. ഇതാണോ? അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ ചെയ്തേ? അച്ഛൻ എന്തിനാ എന്നെ അമ്മേനെ ഇട്ടേച്ചു പോയത്? ഇപ്പൊ സമൂഹത്തിന് മുന്നിൽ ഞാനൊരു ചോദിച്ചിഹ്നമാണ്. അയ്യോ, ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അതെ, അവൻ സ്ഥിരമായിട്ട് സീരിയൽ കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതിന്റെ ചോദ്യം നടക്കുക. ബേബിച്ചാന്റെ അതേ മൂക്കാ കേട്ടോ.
അത് ശരിയാ. അയ്യോ അതേ കണ്ണ് അതേ കൈ. ആ അതെ. ചിരി, ആ ചിരി. നിർത്തി പാഴ്സ് ഏകദേശം എന്റെ പോലെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരുപാട് പറഞ്ഞ് നാട്ടിക്കണ്ട. അല്ല, ഒരു മിനിറ്റ്. കൊച്ചിന്റെ പേരെന്നാ? കുഞ്ഞു ബേബി. നല്ല പേര്. എന്റെ പേര് ബേബി കുഞ്ഞ്, ഇത് കുഞ്ഞു ബേബി. അപ്പൊ സ്വന്തം കുഞ്ഞ് തന്നെയാണെന്ന് അങ്ങ് സമ്മതിച്ചല്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛനും മോനും കൊച്ചും കൂടെ ഇനി ഇവിടെ അങ്ങ് താമസിച്ചോ. ഞാൻ പോവാ എന്റെ പാട്ടിന്. എനിക്കൊന്നും കേക്കണ്ട. ദേവിച്ചാ എന്തായാലും ഇത് മോശമായി പോയിടും. എടാ ഞാൻ ഒന്നും പറയണ്ടതാ. വളരെ മോശമായി പോയിട്ടോ. ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല. അതായത് കൊച്ചനെ എന്റെ വെച്ചോട്ടെ കൊച്ചെ ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യം ഇത്. കുറച്ച് കാര്യമില്ല. റമ എന്താ ചുമ്മാ എന്താ നീ എവിടുന്ന് കയറി വന്നു ആടി? വരൂ വരൂ. ഓക്കെ പിടിക്കൂ പിടിക്കൂ. കൺഗ്രാചുലേഷൻ. ഇതെന്തിനാ കൺഗ്രാജുലേഷൻ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ ഭാര്യ പോയെന്നോർത്ത് വിഷമിക്കണ്ട. ഇത് ഞങ്ങളുടെ തിരികിട എന്നൊരു പരിപാടിയായിരുന്നു. ഭാര്യ തിരിച്ചു വരും. സന്തോഷമായില്ലേ? പിന്നെ അടിക്കണം. നീ ആരാ നിന്റെ? ഞാൻ എന്റെ ക്യാമറമാനാണ്. ഇതെന്തിനാ തല്ലിയത്? എന്തിനാ തല്ലിയെന്നോ? എടാ ഭാര്യ പിണങ്ങി പോയെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ ഭാര്യ തിരിച്ചു വരുമെന്നും പറഞ്ഞ് ഗിഫ്റ്റും കൊണ്ട് തന്ന് ഉള്ള സന്തോഷം കളഞ്ഞില്ലടാ നീയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നാ. പടത്തിന്റെ പ്രമോഷൻ ഞാൻ അറിയാതെയോ? അത് ഏത് പടം? ഈ കുട്ടി നായികയായിട്ട് അഭിനയിക്കണോ? CC ക്യാമറ. അല്ലല്ല, നിങ്ങൾ പരീക്ഷണത്തിലാണ്. അല്ല, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അതില് നായികയാ. ഇതോ എന്നാ പിന്നെ അത് വൃത്തിയായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി എടുത്താൽ പോരായിരുന്നു. ഇങ്ങനെ കൊണ്ട് കാട്ടിക്കൊണ്ടൊരു കാര്യം ഇത് ഉണ്ടായിരുന്നു. ക്യാമറമാൻ, ഡയറക്ടർ, ക്യാമറമാൻ. ഇതിനു മുമ്പ് ക്യാമറ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ക്യാമറ ആക്ച്വലി എനിക്കൊരു 28 വയസ്സ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ക്യാമറയോട് ഒരു താല്പര്യം തോന്നുന്നത്. സത്യം പറയാലോ, എന്റെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ വെച്ചാണ് ഞാൻ ക്യാമറമാൻ ആയത്. വീട്ടിലുള്ളവരൊക്കെ പ്രോത്സാഹനമായിരിക്കും അല്ലേ ഇതിന്? അല്ല, അതുകൊണ്ടല്ല. എന്റെ വീടിനോട് ചേർന്നാണ് കുളക്കടവ്. അപ്പൊ ചേച്ചിമാരൊക്കെ അവിടെ കുളിക്കാൻ വരും. ഞാൻ അവിടെ നൈസായിട്ട് ഒരു ഒളിക്യാമറ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ക്യാമറയുടെ ഒരു താല്പര്യം. പിന്നെ പാരമ്പര്യമുണ്ട്. മുത്തച്ഛൻ കുളത്തിനോട് തന്നെ അവിടെ കടന്നാ. ശരിക്കും പറഞ്ഞ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഇവനായിരുന്നു. എന്നോട് ആവർത്തനം പറഞ്ഞേ. കൊളക്കടവിൽ നിന്ന് ഇവൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നത് എന്നെ കൊണ്ടൊന്ന് കാണിക്കും. രാത്രി കടന്ന് ഞാൻ ആവശ്യമില്ലാത്ത സ്വപ്നമൊക്കെ കാണാം. സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് നീയായിരുന്നു. അന്ന് പോലെ നമ്മളിങ്ങനെ ഒന്നിച്ച് കൂടി ക്യാമറ ഡയറക്ഷൻ ആയിട്ട് നീങ്ങുകയാണ്. നിങ്ങൾ ഈ സിനിമയുടെ ഡയറക്ടേഴ്സ്? അയ്യോ, ഞങ്ങൾ ഈ സിനിമയുടെ അല്ല അനു, ഞങ്ങൾ ഈ തരികിട പരിപാടിയുടെ ക്യാമറമാനും ഡയറക്ടറും. അല്ലാതെ ഈ സിനിമയായിട്ട് ബന്ധമില്ല. ഒരു പ്രൊമോഷൻ വേണ്ടി വെറൈറ്റി ആക്കിയെന്നുള്ളൂ ഞങ്ങള്. അല്ല, ഇതല്ലാതെ വേറെ എന്താ പരിപാടി? വേറെ പരിപാടി വെച്ചാൽ പേന കച്ചവടം ഉണ്ട്. ഫുട്പാത്ത്. അയ്യോ, നിങ്ങൾ ഈ ക്യാമറമാനും ഡയറക്ടറും ഒക്കെ പേന കച്ചവടം ഒക്കെ ആയിട്ട് നടക്കാന്ന് പറഞ്ഞാ അയ്യോ, അതിനിപ്പോ എന്തുവാ? ഇഞ്ചിമുട്ടായി കച്ചവടം ഇല്ലാത്തപ്പോഴേ നമ്മള് പേന കച്ചവടത്തിന് പോകും. അമ്പലപ്പുറം ഇഞ്ചിമിഠായി കച്ചവടം. ഇഞ്ചി മിഠായി കച്ചവടോ? അച്ചു എന്താ കിച്ചു? സമയം എത്രയെന്ന് പറഞ്ഞ? അച്ചു എന്താ? അച്ചു കിച്ചു. മറ്റേ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പോലത്തെ ബാലന്റെ ഗോപാലിന്റെ മക്കളാ. ഞങ്ങൾക്ക് 2:30 മറ്റേ ഹൗസ് ബോട്ടിൽ പാട്ട് പാടാൻ നേരിട്ടുണ്ട്. അയ്യോ, നിങ്ങൾ പാട്ടുകാർ കൂടിയാണോ? ഗാനമേള പരിപാടിയുണ്ട്. ഒരു പെർഫോമൻസ്, ഒരു പാട്ട്. നമ്മൾ തന്നെയാണ് ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ശരിയൊരു രണ്ടുപേര് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വേണം. എന്റെ സഹോദരനും അനുഗ്രഹീത ഗായകനുമായ അച്ചുവിന്റെ ഒരു 2 വരി പാട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അച്ചു ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര. ഓക്കെ അച്ചു. ഓക്കെ, താങ്ക് യു. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. നിർത്തിയത്. അപ്പൊ ഇതാണ് ഓർക്കസ്ട്ര, ഇതാണ് പാട്ട്. എന്തേലും നല്ല പണിയൊക്കെ എടുത്ത് ജീവിച്ചു കൂടെ മക്കളെ? അയ്യോ, സമയം പോയി. ഞങ്ങളവിടെ ചേട്ടൻ ബുക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഗസ്റ്റ് വരുമ്പോൾ ഓർക്കസ്ട്ര എന്നെ വിളിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇവന്മാര് കാരണം എന്റെ കുടുംബമാണ് ഇല്ലാതായത്. ഞാൻ അവളെ ഒന്ന് പോയി സമാധാനിപ്പിക്കിട്ടില്ല. ചെല്ലുമ്പോഴേ മുതുകത്തിട്ട് കിട്ടും എനിക്ക്. ഞാൻ വരുന്നു. ചുമ്മാ തരികടയായിരുന്നടി അത്. അപ്പൊ അനു, ഈ കഴിഞ്ഞ നാടകത്തിന്റെ ഒക്കെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള സിനിമയിലെ നായികയാണ്. കൂടുകൈ. താങ്ക് യു. ശൈത്യ അല്ലേ? അപ്പൊ ആദ്യത്തെ സിനിമയാണിത്. നായികയായിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. ഓക്കെ, സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയൂ. സിനിമ ഫെബ്രുവരി 1st വീക്കോടെ തന്നെ റിലീസാകും. വിനയൻ CS ആണ് ഡയറക്ടർ. പിന്നെ നായകൻ ഭഗത് മാനുവൽ ചേട്ടനാണ്. ഭഗത്തിന്റെ കൂടെയാണ്. സൂപ്പർ. അപ്പൊ ഏതായാലും എല്ലാ ആശംസകളും. സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത പ്രൊമോഷന് പോട്ടെ. ഓടിക്കോളൂ. ഇത് ചൊല്ലേ, ഇപ്പൊ പണിയൊക്കെ പാളിയല്ലോ. അതെ, അതിനൊന്നും കൂടെ വന്നേ.
ഇങ്ങോട്ട് വാ, ഇവിടെ നിക്കൊരു കാര്യം പറയട്ടെ. അതായത് അനു, ഈ മോളിപ്പോ എന്റെ മേൽനോട്ടത്തിലാണല്ലോ. അത് മനസ്സിലായി. അവിടെ ഇങ്ങനെയൊക്കെ നടക്കണ്ടെന്നുള്ളത് ദൈവത്തെ ഓർത്ത് സെറ്റിലൊന്നും പോയി ആരോടും പറയരുത്. ഞാൻ പറയൂ, പ്ലീസ്. ഞാൻ അങ്ങനൊന്നും പറയില്ല, കാരണം ഞാൻ ജോലിനെ പോലെ അല്ല. കുട്ടി നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇവിടെ കഴിഞ്ഞു എല്ലാ കോംപ്ലിമെന്റ്സ് ആയി, ഒന്നും പറയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എന്തായിരുന്നു, നമ്മുടെ നീയും ഞാനും സിനിമയുടെ വിശേഷങ്ങൾ. അതെ, ഞാൻ വായിച്ചിരുന്നു. ആക്ച്വലി ഷർഫൊക്കെ ഇതില് ഹീറോ ആയി ഗ്രാജുവലി പരിണമിച്ചതാണത്. അതെ, ശരിക്കും ഈ സിനിമയിൽ ഷറഫ് ഖാന്റെ ക്യാരക്ടറിന് സ്റ്റോറി പറയുമ്പോൾ ആകെ ഒരു 10 days ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ സ്റ്റോറി വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ ഷറഫ് ഖാന്റെ ഡേറ്റ് കൂടി ഒരു 10-25 ദിവസം വീണ്ടും അങ്ങനെ അഭിനയിച്ച് ഇൻ കോഴ്സ് ഓഫ് ടൈം ഷർഫുഖ് നായകനായി. അധികം ആക്ടേഴ്സിനൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഷർഫുഖിക്ക് ഒരു നല്ല കൈഡി അത് കൊടുക്കണം. പിന്നെ സിജു വിൽസൺ, നമ്മള് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് അന്ന് തേച്ചിട്ട് പോയത്, എന്നിട്ട് ഇതില് വന്നപ്പോഴത്തേക്കും പണി കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ വീണ്ടുള്ള വരവ് എന്നുള്ള രീതിയിലാണ് സിനിമയില് ശരിക്കും സിജുന്റെ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരി. പിന്നെ അനുവിന്റെ ക്യാരക്ടേഴ്സ് പറയാനാണെങ്കിൽ നമ്മള് രാമന്റെ ഏതൻ തോട്ടത്തിലെ മാലിനി, പിന്നെ ക്യാപ്റ്റനിലാണിത, നന്നായി എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കുറെ മൂവി. രാമന്റെ ഏതൻ തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫിലൊരു ചേഞ്ച് വരുത്തിയ മൂവി. ഇപ്പോഴും ആര് കാണുമ്പോഴും ഫസ്റ്റ് ചോദിക്കാറ് മാലിന്യനെ ഭയങ്കര ഇഷ്ടമാട്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ബോധപൂർവ്വം ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് ആക്ച്വലി, അങ്ങനെ കഥ കേട്ട് ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം. അത് തനിയെ സംഭവിച്ചു പോകണം. ഇപ്പൊ രാമന്റെ എന്തുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിക്സ് ആവുമെന്ന് ഉറപ്പിച്ച സംഭവമേ അല്ല. അതുപോലെ തന്നെ ക്യാപ്റ്റനിൽ അനിതി ആയാലും അറിയാതെ വന്നു പോണതാണ്. എന്തുകൊണ്ടൊരു മോഡേൺ ക്യാരക്ടറായിട്ട് വരുന്നില്ല? ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ എനിക്ക് എല്ലാത്തിനും പരിധി ഉണ്ട്, ആ ലിമിറ്റ് വെച്ച് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ അനുവര് നല്ല ഡാൻസറും കൂടിയാണ്. ഒത്തിരി ഡാൻസ് ഷോസ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഒരു ഡാൻസ് സ്കൂള് സ്വന്തമായിട്ട് നടത്തുന്നു. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് റമോ എന്നാണ്. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന. ഒരു സിനിമ പിടിക്കാൻ എത്ര രൂപ വേണ്ടി വരും? അതെനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ, കാരണം നമ്മളെ ജോലി അഭിനയിക്കുക എന്നുള്ളതല്ലേ. അല്ല, ഞാനൊരു സിനിമ പിടിക്കാൻ പോവാ. ഒരു 6-7 കോടിയെങ്കിലും വേണ്ടി വരുമോ? ഈ പാർലർ അടിച്ചു വരാൻ നിൽക്കുന്ന നീ 6-7 കോടി രൂപയ്ക്ക് എവിടെ ഇത്ര കാശ്? ഇതിപ്പം എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാണല്ലോ. എന്ത് പറ്റി? അമ്മ തേങ്ങ തല വീണു ഐസിയില്ല. ചേട്ടൻ ചിരിച്ചിട്ട് പറയുന്നുണ്ടാ? അല്ല, ഒരു 50 സൈഡിൽ ഒരു 15 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അത് ഈ തള്ള വിൽക്കാനൊട്ട് സമ്മതിക്കത്തില്ല. അവര് സമ്മതിക്കത്തില്ല വിൽക്കാൻ. അപ്പൊ ഐസിലായതുകൊണ്ട് മിക്കവാറും എൻഡിലോട്ട് അടുത്തുകൊണ്ട് ഇരിക്കുക. അമ്മേ, നമ്മുടെ എൻഡിലേക്ക് വന്നോണ്ടിരിക്കുക. അപ്പൊ ഈ സ്ഥലം വിട്ടിട്ട് ഞാനൊരു സിനിമ പിടിക്കാനുള്ള സെറ്റപ്പിലേക്ക് വരിക. അതാണ് ചോദിച്ചത്. ചേട്ടാ, ശരിയായ കാര്യമല്ല. നമ്മളെ അമ്മക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയില് അമ്മയാണ് എന്റെ എല്ലാം. ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് അമ്മയുടെ പേരിലായി മൂവി ഇറങ്ങുന്നത്. അമ്മണി മൂവീസ്. അങ്ങനെ പേരുണ്ട്. അമ്മക്കൊരു പ്രശസ്തി പേര് കിട്ടുമല്ലോ. അതാണ്. പക്ഷെ ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ, അമ്മ മരിച്ചു കഴിഞ്ഞ പ്രശസ്തി കിട്ടിയിട്ട് എന്താ കാര്യം? ചേട്ടാ, പറ്റുമെങ്കിൽ ഇപ്പൊ അത് ചെയ്തു കൊടുക്കുക. ആ ഒരു സന്തോഷം അമ്മ അനുഭവിക്കട്ടെ. അയ്യോ, അമ്മ അത് ജീവിച്ചിരുന്നാലേ ഈ പടം എടുക്കാൻ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. അതെ. ചെറുപ്പത്തിൽ എനിക്ക് ഗിറ്റാറിനോടായിരുന്നു. പിന്നീട് അത് സിത്താരോടായി. സിത്താര. അത് കഴിഞ്ഞപ്പോഴാണ് സത്താറിനോടായി. ഇപ്പോഴാണ് എനിക്ക് അനു ഗിറ്റാറിനോട് തോന്നിയത്. ഈ സംഭവം അനു ഗിറ്റാറല്ല, സിത്താര. സിത്താര. ഇത് ഗിറ്റാർ, ഇത് സിത്താര. അനു സിത്താര. അതെ. അപ്പൊ ഞാനൊരു പുതിയൊരു പടം ചെയ്യുന്നു. അതിന് നല്ലൊരു പേരും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ പേര് ബംഗാളിക്കൊരു പങ്കാളി. പങ്കാളി സിനിമയുടെ പേര്. നമ്മളൊരു ഒരു ചായക്കട ചെന്ന അവിടെ ബംഗാളി, നമ്മൾ വഴി ചോദിക്കുന്ന അവിടെ ബംഗാളി. ബംഗാളികളുടെ പെരളിയാ. ഇനി മുമ്പോട്ടുള്ള കാലം ബംഗാളിയുടെ ഒരു പങ്കാളിത്തം ഇല്ലാതെ കേരളത്തിൽ ഒന്നും നടക്കില്ല. അതാണ് ബംഗാളിക്കൊരു പങ്കാളി പേരിട്ടത്. അതാണ് തീം. അതിനകത്ത് പങ്കാളിയായിട്ടാണ് ചെയ്യേണ്ടത്. പങ്കാളിയായിട്ട്. അപ്പൊ ബംഗാളി ആരാ ചേട്ടാ? ബംഗാളി അല്ലല്ല, പുള്ളിയല്ല. ദുൽഖർ സൽമാൻ ആണോ? അയ്യോ, പുള്ള കൈ നിൽക്കത്തില്ലല്ലോ. അതൊന്നും അല്ല, ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ നായനെ കണ്ടെത്തി 3 വർഷം മുമ്പ് കണ്ടു. അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് ചെയ്ത് സെറ്റപ്പ് ആയിട്ട് നിർത്തിയ നായകൻ ഞാനാ. ബംഗാളിയുടെ ബംഗാളിയായിട്ട് ചേട്ടനാണോ? ഞാനാണ് ബംഗാളിയായിട്ട്.
ജെനി ഇതിനൊരു പണി കൊടുത്തേ. വിളിക്കരുത്. വിട്ടോ, വേഗം വിട്ടോ. വിളിക്കരുത്. ഇവിടെ പരിസരത്ത് കണ്ടുപോകരുത്. അനു, ഞാൻ അനുവിനെ പറ്റി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദമ്പതികളുടെ ഇടയിൽ അനു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനോ? ഒത്തിരി കപ്പിൾസിന്റെ ഇടയിൽ ഇത് വലിയ പ്രശ്നം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. അതായത് അനുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അനുവിന്റെ ഹസ്ബൻഡ് എടുത്തേക്കുന്ന ഫോട്ടോസ് ആണ്. കേരളത്തിൽ എത്ര ഭർത്താക്കന്മാർക്ക് പറ്റും ഇതുപോലെ ഭാര്യമാരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ? അത് കുറച്ച് പേർക്ക് പറ്റും. സങ്കടം വരത്തില്ലേ പിന്നെ കാണുമ്പോ? ഇതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഓരോ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ കുത്തിന് പിടിക്കുക. ദൈവം, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ? നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒത്തിരി പേർക്ക് പണി വെച്ച് കേട്ടോ, സത്യമായിട്ടും. അപ്പൊ വിഷ്ണുചേട്ടനും മനുവും തമ്മിലുള്ള ലവ് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ സിനിമാ കഥകളെ വെല്ലുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ പേർക്കൊന്നും അറിയില്ല, കുറെ പേർക്കൊക്കെ അറിയാം. ഞങ്ങളോട് നിങ്ങളുടെ ആ ഒരു പ്രണയകാലം എങ്ങനെയാണ് അനു സിത്താര വിഷ്ണുവിന്റെ സ്വന്തം ഇറക്കൂ, ഒരു സന്തോഷല്ലേ? വിഷ്ണുവായിട്ട് ശരിക്കും ഞങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് കസിൻ ആണ്. അല്ലിയും പുള്ളിയും തെറ്റി വന്ന ഒരു കസിൻ. രണ്ടിനും കൽപ്പറ്റക്കാരാണ്. അപ്പോൾ ആദ്യമേ എനിക്ക് വിഷ്ണുവിന്റെ പരിചയമുണ്ട്, എന്നാൽ പറയത്തക്ക വലിയ പരിചയമില്ല. എപ്പോഴും കാണുന്ന ഒരാളായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് വിഷ്ണുവിനെ വന്നിട്ട് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സാധാരണ നമ്മൾ എന്താ +1 +2 തുടങ്ങിയ സമയമാണ്. അപ്പൊ സാധാരണ നമ്മളെ പെൺകുട്ടികൾ സാധാരണ ഒരു ജാടയൊക്കെ ഇടുമല്ലോ. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഈ പിറകെ നടത്തിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ മൈൻഡ് ചെയ്യരുത്, നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവരുടെ ഇഷ്ടം നടന്നോട്ടെ, എത്ര വേണമെങ്കിലും നടന്നോട്ടെ എന്നുള്ളൊരു ആ ഒരു ഇതായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിഷ്ണുവായിട്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് പോകുമ്പോഴൊക്കെ അവിടുത്തെ തട്ടുകടയിൽ വെറുതെ ചായ കുടിക്കുന്ന പേരിൽ വന്ന് നോക്കി സിനിമയിലെ നായകന്മാരെ പോലെ. അതെ, സ്വാഭാവികമായിട്ട് എല്ലാ ചേട്ടന്മാരും അങ്ങനെയാണല്ലോ. അപ്പൊ അതൊക്കെ തുടങ്ങിയപ്പോൾ അമ്മയുടെ ഫോണിലും വിഷ്ണുവിന്റെ നമ്പർ ഉണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ അമ്മയുടെ ഫോൺ ഇങ്ങനെ ഒളിപ്പിച്ചെടുത്ത് ഞാൻ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മേലെ ഞാൻ നടന്ന് വരുന്ന വഴിക്കൊന്നും വന്ന് നിൽക്കരുത്, കാരണം എനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു. കാരണം ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ കെട്ടിയത് പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ വിഷ്ണുവിനെ കാണുന്നില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ടും വിഷ്ണുവിനെ കാണാതിരുന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടമാണോ വിഷ്ണുവേട്ടനെ എന്ന് തോന്നി. പിന്നെ അപ്പോഴും ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഞാൻ പറഞ്ഞേ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതായത് ഫൈനൽ ഇയർ തുടങ്ങിയ സമയം. പക്ഷെ ഞാൻ പറഞ്ഞതിന് ശേഷം വിഷ്ണുവേട്ടൻ അങ്ങനെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യാറില്ല. അപ്പൊ എനിക്ക് അതാ ഇഷ്ടമായത്. പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ പറഞ്ഞു. ഫൈനൽ ഇയർ കഴിയുന്നതിന് മുമ്പ് കല്യാണവും കഴിഞ്ഞു. ഹലോ ജെനി, വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖാണോ? അത് എന്താ എന്നെ ഇങ്ങനെ പണി തരാൻ പണി തരാൻ വരുമ്പോ കൊച്ചുകൂടെ നിന്നോളൂ. ഇനിയിപ്പോ അനുന്റെ ടൈം ആണോ? അതെ, നമുക്ക് തുടങ്ങിയാലോ? ഐശ്വര്യമായിട്ട് എടുത്തോ. അനു സിത്താരയെ കോളേജിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്ന വട്ടപ്പേര്. സ്നേഹത്തോടെ വിളിച്ചിരുന്ന ചെല്ലപ്പേരല്ല, വട്ടപ്പേരാണ് കേട്ടോ വേണ്ടത്. വട്ടപ്പേര് ഇല്ലായിരുന്നു എനിക്ക്. ഒരെണ്ണുണ്ട്. കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? കോളേജിലാണ് പഠിച്ചത്. പക്ഷെ നല്ല കുട്ടിയായിരുന്നു. നിങ്ങൾ കോളേജ് പിള്ളേര്, നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ നല്ല പിള്ളേർക്കൊക്കെ വട്ടപ്പേരിടത്തില്ലേ? എന്നാ പിന്നെ ഇവരെ കൊണ്ട് ഇടിയിപ്പിക്കേണ്ടി വരും. നിങ്ങൾ ഐശ്വര്യമായിട്ട് അനുവിനൊരു വട്ടപ്പേര് കൊടുക്കണം. അനുവിന് പറ്റിയൊരു വട്ടപ്പേര് എന്തെടുക്കും? നല്ലത് എന്താണ്? തേപ്പാരി. അടിപൊളി. ഹാപ്പി വെഡിങ് റിലീസായ സമയത്ത് എനിക്ക് വന്ന പേരാണ് തേപ്പുകാരി എന്നുള്ള പേരിലാണ് ഞാൻ ഫേമസ് ആയത്. അനുസിത്താര എന്നുള്ള പേരിലല്ല. ട്രോളേഴ്സ് തേപ്പുകാരി എന്ന് പറഞ്ഞൊരു അയൺ ബോക്സ് ഉണ്ടാവും അടുത്ത്. അങ്ങനെ ഒരു അവസരം ശരിക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിന് മുന്നേ വിശ്വചേട്ടൻ +2 എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞല്ലോ. അല്ല, കല്യാണം പ്രേമിച്ചു. നെക്സ്റ്റ്. അയ്യോ പാവം എന്ന് തോന്നിയ ഒരു നടൻ. ടൊവിനോ, ചാക്കോച്ചൻ, ജോജു ജോർജ്. അതെന്തുകൊണ്ടാണെന്നും കൂടെ പറയണം കേട്ടോ. ഏറ്റവും പാവം. അതെ, ഇതിൽ ഏറ്റവും പാവമാണോ? ചാക്കോച്ചായൻ ആണോ? ഈ രാമന്റെ എന്നോട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ എന്താണോ മനസ്സിൽ കണ്ട ചാക്കോച്ചായൻ അതന്നെയായിരുന്നു നേരിട്ട് കണ്ടപ്പോഴും. ചാക്കോച്ച, നിങ്ങളെ കുറിച്ച് കുട്ടിക്ക് വളരെ അധികം തെറ്റിദ്ധാരണയുണ്ട്. കൂടെ നിൽക്കുന്ന
നിൽക്കുന്നത് ഭർത്താവാണെന്ന് അറിയാതെ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മള് കുറച്ച് തിരക്കുള്ള ഞാനും വിഷ്ണു ഇന്നാള് മാളിലാണോന്ന് എനിക്ക് ഓർമ്മയില്ല, നടന്നു പോവായിരുന്നു. മാളിലല്ല, ഫ്ലാറ്റിലാണ് കേട്ടോ. ഫ്ലാറ്റിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പുറത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയണ വിഷ്ണുവേട്ട എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി വിഷ്ണുവേട്ട എന്റെ പുറകെ വന്നിട്ടുണ്ടെന്നായിരുന്നു. പക്ഷെ അത് വേറൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടനോടാണ് വിഷ്ണുവേട്ട കേൾക്കുന്നില്ലേ, ഫോട്ടോ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ നോക്കിട്ട് പോയപ്പോ പെട്ടെന്ന് വിഷ്ണു ആ ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പോയി ചിരിച്ചോണ്ട്. അപ്പൊ ഞാൻ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വിഷ്ണുടെ കേൾക്കണില്ലേ, എത്ര നേരെ വിളിക്കണോന്ന് പറഞ്ഞു. ഞാൻ ബാലൻസ് ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, കുട്ടി വളരെ പരിസര ബോധമുള്ള കുട്ടിയാണ്. 2, കുട്ടി ഫ്ലാറ്റിലും മോളിലും ഒക്കെ കറങ്ങാറുണ്ട്. പിന്നല്ലാതെ. നെക്സ്റ്റ്. വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ സജീവമാകുന്നത്. സിനിമയിൽ എത്തിയതിന് ശേഷം വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. വിഷ്ണുവിന്റെ സപ്പോർട്ട് അതെനിക്ക് വലിയതാണ്. കാരണം ഒരു സിനിമ ഇറങ്ങുമ്പോഴായാലൊക്കെ വിഷ്ണുവിന്റെ സപ്പോർട്ട് എനിക്ക് വലുതായിട്ട് കിട്ടുന്നുണ്ട്. സത്യം, ഭയങ്കര പൊന്നു പോലെ കൊണ്ടു നടക്കുന്ന. എവിടെ പോയാലും ഇപ്പൊ ഞാനിപ്പോ പറയട്ടെ, ഇപ്പൊ അച്ഛനും അമ്മയും ഒക്കെ നല്ലോണം കൊണ്ടു നടക്കും നമ്മളെ. പക്ഷെ ഭർത്താവ് അങ്ങനെ നമ്മളെ കൊണ്ടു നടക്കാന്ന് പറയണത് വലിയ കാര്യം തന്നെയാണ്. അടുത്തതൊരു ഗെയിമാണ്. നല്ല ഗെയിം, പിക്ഷണറി ഗെയിം. ഈ ഗെയിം നിങ്ങൾ 2 പേരും കൂടിയാണ് കളിക്കേണ്ടത്. ഞങ്ങൾ 2 പേരും കൂടെ കളിക്കണ്ട, നിങ്ങൾ 2 പേരുമാണ് കളിക്കേണ്ടത്. സിമ്പിൾ ആണ്. ഒരു പേരുണ്ട്, ഒരു സിനിമാ പേരുണ്ട്. അത് നിങ്ങളിൽ ഒരാളോട് ഞാൻ പറയും. അദ്ദേഹം അതിന്റെ ഒരു പിക്ചർ ഫോം, നമ്മൾ ബേസിക്കലി ദംഷറാജ് ആണ്, പക്ഷെ ദംഷറാജ് നമ്മൾ ആക്ഷൻസ് ആണ് ചെയ്യുന്നത്. വരച്ച് കാണിക്കണം. അത് അടുത്ത ആളെ ഗസ് ചെയ്ത്. ഞാൻ വരയ്ക്കുന്ന കൊച്ചു പറയണത് ഞാൻ ഭയങ്കര വരക്കാരില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിന്നിലാണ് പ്രതീക്ഷ മുഴുവൻ. പക്ഷേ ഇത് വരയ്ക്കാനുള്ള സാധനമൊക്കെ എനിക്ക് വേണം. അപ്പോ രമോ, അയ്യോ, നമ്മുടെ ആ വരപ്പ് സാധനങ്ങളൊന്നും കൊണ്ടുവന്നാൽ. തേപ്പ് സാധനങ്ങൾ എന്ന് പറഞ്ഞിരുന്നു, കറക്റ്റ് ആയിട്ട് അവൻ എടുത്തോണ്ട് വന്നു. വരച്ച് കഴിഞ്ഞിട്ട് തേച്ചാ മതി. ഓടിവാടാ റെമോ. അതിന്റെ നടുക്കൊണ്ട് പ്രതിഷ്ഠിച്ചോ. താങ്ക്സ് മേഡം. ഇപ്പം മറക്കണ്ട, പങ്കാളി ആദ്യം പോയി പണിയെടുക്കാണ് ബംഗാളി. ഓക്കെ, ബാ. സിനിമാ പേര് പറഞ്ഞു തരും അല്ലേ? ക്ലൂ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, വരച്ചുള്ള ക്ലൂവേ കൊടുക്കാൻ പറ്റുള്ളൂ. വരച്ചോ? ഇങ്ങനെ വലിയൊരു ബോർഡ് ഇവിടെ കിടക്കുമല്ലേ, വരച്ചോ? വരച്ച് തകർത്തോ? വരച്ചോ. ആരോ മോളിലോട്ട്. എന്താണ്? മേലെ വര, മരം വര. മേലെ വരയോ? പുല്ല്. മേലെ വര, പുല്ലോ. മേലെ മേപ്പോട്ട് നോക്കിയ മരവും പുല്ലും ഒക്കെ കുട്ടിക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു. വളരെ അടുത്ത്. മേലെ വരയോ? മേലക്കാട്. മേലെ ബോണക്കാട്. മേലക്കാടല്ല. ശരി, അവിടെ നൈസായിട്ട് പിന്നല്ലാണ്ട്. ബോണക്കാടോ? ഭയങ്കര മേലെ. ശരി, മേലെ എന്താണ് സംഭവിച്ചത്? മേലെ ത്രികോണം. വീട്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച കറക്റ്റാണോ? അത് പറഞ്ഞാലേ അറിയാൻ പറ്റൂ. എന്തിനു ക്ലൂ ഉണ്ട് ഇതിനകത്ത്? തറവാട് അല്ല, പറമ്പ്. മേലെ പറമ്പിൽ വീട് അല്ലേ? കൊച്ചു നന്നായിട്ട് പടം വരയ്ക്കാൻ. നെക്സ്റ്റ് എന്നോട് പറ. നീ എന്നെ കൊല്ലി. റെഡി, മൈക്ക് ഓൺ ചെയ്യാം. അവിടെ പോയി എനിക്ക് വരയ്ക്കണ്ട. ഇതാണ് എനിക്ക് കാണേണ്ടത്. ഇതിപ്പോ മലയാളത്തിൽ എഴുതി വെക്കേണ്ട വരും. ഞാനൊരു സാധനത്തിന് വരയ്ക്കാം. അതെ. അപ്പൊ ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ മിണ്ടൂരട്ടാ. കോഴി.
അല്ലേ? ആ. കോഴിയോ? ഇത് കോഴിയോ? പൊന്മുട്ട ഇടുന്ന താറാവാണോ? കോഴി എന്ന് പറഞ്ഞിട്ട് പൊന്മുട്ട ഇടുന്നതാ. കോഴി. കോഴിക്ക് മുടിയോ? മുടിയൻ കോഴി. പൂവാലൻ. ഗിരിരാജൻ കോഴി. അത് തന്നെ കറക്റ്റ്. കോഴി പാട്ട് പാടുന്നത്. ഇപ്പഴത്തെ കോഴിയൊക്കെ ഇങ്ങനെയാ, പാട്ടും പാടും. സിനിമയിലെ സീനാണോ ഇത്? പേരുമായിട്ട് റിലേറ്റഡാ? കോഴിപ്പാട്ട്. കോഴിപ്പാട്ട്. കോഴിക്കോടാണോ നീ? സമാധാനം പിടിച്ചാ പറയാം. അടുത്ത അല്ലേ? കോഴിപ്പാട്ട്. 100. 100. പെടക്കോഴി കൂവുന്ന കാലം. പെടക്കോഴി കൂവുന്ന കാലം. നൂറ്റാണ്ട്. അത് തന്നെ. നമ്മളെത്ര സിനിമ കാണുന്ന ആൾക്കാരാ. അത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ മനസ്സിലായി നമ്മൾ എത്ര സിനിമ കാണുന്ന ആൾക്കാരാ. മുടിയുള്ള കോഴി, പെടക്കോഴി, അത് കൂവുന്നു, സംഗീതം കണ്ടോ? എന്താ പറയാ? മതിയാ, ഇത്രക്ക് മതിയാ? മതി ചക്കര, പൊളിച്ചു. റെമോ, അയ്യോ ഇവിടെ ഒരു വൻ ദുരന്തം ഉണ്ട്, ഇതൊന്നും എടുത്തോണ്ട് പോവോ? പടം മാറ്റി കളയരുത്, എനിക്ക് ഫ്രെയിം ചെയ്യാനുള്ളതായിരുന്നു. ഇത് എന്റെ കടയിൽ വെക്കാനുള്ളതാണ്. ഇതെങ്ങാനും കണ്ട് കസ്റ്റമേഴ്സ് പേടിച്ച് രാത്രി ഉറക്കമില്ലാതെ എന്നിട്ട് വേണം ഇതൊന്നും എടുത്തോണ്ട് പോകാൻ. എടുത്തോണ്ട് വെക്കോ. അപ്പൊ പങ്കാളി മറക്കരുത് ബംഗാളി നമുക്ക് നോക്കാം. കേട്ടോ, പങ്കാളി. ഇത് വലിയ ശല്യമായി പോയി. അപ്പൊ നെക്സ്റ്റ്. ഓ, ഇതിനൊരു അവസാനം ഇല്ലല്ലേ? ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ. ഒരു പാട്ട് ഇവിടെ കേൾപ്പിക്കും, അത് ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കണം. സിമ്പിൾ. എന്ത് പാട്ടുപാടി ഉറക്കാം ഞാൻ അന്ന് തോന്നുന്നു. ഏത് ഏത് പാട്ടുപാടി ഉറക്കാം? പണ്ട് കാലത്തെ പാട്ട്. അതാണോ കേട്ടത്? ആണോ? രണ്ട് ചോദ്യം കൊണ്ടുണ്ട്, നമുക്ക് അതുകൂടെ നോക്കിയേക്കാം. രണ്ടും എടുക്കണേ. രണ്ടും എടുത്തോ. ഓക്കെ, ഞങ്ങള് ഇവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തു തരും വീണ്ടും. അതിനൊരു ക്ലാസിക്കൽ കൊറിയോഗ്രാഫി ഇവിടെ നിന്ന് 2-3 സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് കാണിക്കണം. അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് മതി. ഒരു ക്ലാസിക്കൽ കൊറിയോ. ഇതിനെങ്ങനെ ക്ലാസിക്കൽ കമ്പോസ് ചെയ്യും ഞാൻ? റെഡി? ഓക്കെ, തൊഴുവൊക്കെ ചെയ്യാൻ എന്തായാലും. പിന്നെ ധൈര്യം. ഓക്കെ, അപ്പോ വളരെ ഗംഭീരമായി എന്റെ ട്രോളി ബൗൾ സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ അനു, അപ്പൊ കാണാം. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും തരണം കേട്ടോ. ഇനി 2 പ്രാവശ്യം ആലോചിക്കുന്നു. ബൈ ബൈ. അടുത്ത പ്രോജക്ട്സ് ഇപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏതൊക്കെയാണ്? അത് എനിക്ക് തോന്നുന്നു ജോലിന് നന്നായിട്ട് അറിയുന്ന ഒരാളുടെ പ്രൊജക്റ്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ചെയ്ത സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? അതൊരുമാതിരി ചോദ്യമായി പോയി. പക്ഷെ എന്നാലും എന്റെ ആദ്യത്തെ പടം എന്റെ പത്തേമാരുടെ ഡയറക്ടർ സലീം സാറിന്റെ ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു ടോവിനോ ചേട്ടന്റെ സിനിമയാണ്. അതാ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോ തുടങ്ങി മലയാളികൾ കാത്തിരിക്കുന്ന ഒരു പടമാണ് ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു എന്നുള്ളത്. അതിലെ ക്യാരക്ടർ, അതിൽ ചിത്ര എന്നാണ് ക്യാരക്ടറിന്റെ പേര്, ഒരു മീഡിയ പ്രവർത്തകയാണ്. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ പടം വെയിറ്റിംഗിലുണ്ട്. വേറെ ഇനിയൊരു സിനിമ മാർച്ചിലാണ് ഷൂട്ട് തുടങ്ങണേ. അത് പക്ഷേ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി അനു, എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാനിപ്പോ അനുവിനോട് ചോദിക്കാൻ പോവാണ്. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? പറയൂ. എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കാനെ. ഒരു മൂവി ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കുട്ടനാടൻ ബ്ലോഗ് ചെയ്തപ്പോഴും
ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം വലിയൊരു ആക്ടർ അല്ലേ. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഡയലോഗ് പക്കാ പഠിച്ച് റെഡി ആയിരിക്കുകയാണ്. മമ്മൂക്ക വന്നു. മമ്മൂക്ക നോർമലി എല്ലാവരും വിഷൊക്കെ ചെയ്ത് ഞാൻ പൊന്നമ്മ ചേച്ചിയുണ്ട്, എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന ശ്രീവിദ്യ എന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ കൂട്ടി നിർത്തി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഞങ്ങളെ പൊസിഷനിലൊക്കെ മമ്മൂക്കയെ നിർത്തുന്നേ. ഞങ്ങളെ നിർത്തി എന്നിട്ട് പറഞ്ഞു സ്ക്രിപ്റ്റ് ഇതാന്ന് പറഞ്ഞ് നമുക്ക് 2-3 വട്ടം പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, നമ്മളത് ഒപ്പം നിർത്തിയില്ല ഡയലോഗും പറയിപ്പിക്കുക, അതിൽ വല്ല മോഡുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തി തരിക, അതൊക്കെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു നടന്നത്. അപ്പം അതെനിക്കൊരു വലിയ പാടായിരുന്നു. ഇപ്പം നമ്മൾ എത്ര സിനിമ ചെയ്താലും എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളുടെ ജോലിയോടുള്ളൊരു സ്നേഹവും ആത്മാർത്ഥത, ഡെഡിക്കേഷൻ എല്ലാം എപ്പോഴും ഉണ്ടാവും. എപ്പോഴും കീപ്പ് ചെയ്യണം, എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം, എപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കണം. അതൊക്കെ മമ്മൂക്ക പഠിപ്പിച്ചു തന്നു. തീർച്ചയായിട്ടും. ഞാൻ സലിമിക്കയുടെ സിനിമ കൂടെയാണ് വന്നത്. ഡയറക്ടർ സലീം അഹമ്മദ്. അനു ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് സലിമിക്കയുടെ ഒരു പടമാണ്. ലൈക് ഹീസ് എ മൂവി ജീനിയസ്. എന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ജീനിയസ് ആൻഡ് പാഷനേറ്റ്. അനുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, തീർച്ചയായിട്ടും സലീം ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയാണ് എല്ലാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു എന്ന സിനിമ കുറച്ചൊക്കെ തന്നെയും സലീം ഖാന്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ ഫുൾ ടൈം സലീം ഖാക്ക് സംസാരിക്കാനുള്ളത് എല്ലാം ഈ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ തന്നെയായിരുന്നു. അപ്പം മമ്മൂക്കാനെ പറഞ്ഞ പോലെ തന്നെ സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കണ്ണൂരായിരുന്നു ഷൂട്ട് കുറച്ച് ദിവസം. സലീം ഖാനെ വീട്ടിൽ പോയി ഞാൻ നേരിട്ട് നാഷണൽ അവാർഡ് എങ്ങനെ ഇരിക്കണേ നേരിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി കണ്ടു. വലിയൊരു കാര്യമാണ്. മനസ്സിലൊന്ന് കുറിച്ച് വെച്ചു കേട്ടോ. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ളതാണ്. ഒരു നാഷണൽ അവാർഡ് ആളാണ് ഈ നിൽക്കുന്നത്. ഇനി വരാനുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആവട്ടെ. നിറയെ നല്ല ക്യാരക്ടേഴ്സ് അനുവിന് കിട്ടട്ടെ. സൗത്ത് ഇന്ത്യൻ, ബോളിവുഡ് ഒക്കെ എല്ലായിടത്തും കോൺകർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങള് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അനു സിത്താര തമാശ ബസാറിൽ വന്നതിന് ഒത്തിരി സന്തോഷം. എന്നെ വിളിച്ചാലും സന്തോഷം, എൻ്റെ മൂവി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മളൊരു പ്രോഗ്രാമിൽ പോവുക, അത് കഴിഞ്ഞ് വരിക എന്നല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുറേ ആക്റ്റും കുറച്ച് റിയൽ ആയിട്ട് തോന്നി എനിക്ക് ഇവിടെ നടന്ന എല്ലാ. ശരിക്കും ഒരു മോളിൽ വന്ന പോലെ തന്നെ ആ ഒരു സെയിം ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വരണം. അന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്ത് കുറച്ച് സമ്മാനമൊക്കെ എല്ലാം തന്നിട്ട് വീടുള്ളൂ, അത് വാങ്ങിയിട്ട് ഞാൻ പോവുള്ളൂ. അപ്പൊ അനു സിത്താര തമാശ ബസാറിലെത്തിയ ഈ ഒരു അധ്യായം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ ഫ്രം മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് പ്രസൻസ് തമാശ ബസാർ, co-powered by Gyproc Amazing Ceiling Designs. Bye bye.